അഞ്ജനാദ്രി പർവ്വതത്തിലെ ഒരു പുണ്യമുഹൂർത്തത്തിലായിരുന്നു ഹനുമാന്റെ ജനനം. വായുദേവന്റെ അനുഗ്രഹത്താൽ അഞ്ജനാദേവിക്കും കേസരിക്കും പിറന്ന ഈ കുട്ടിക്ക് ജനിക്കുമ്പോൾ തന്നെ അസാമാന്യമായ കരുത്തുണ്ടായിരുന്നു. സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന ഉടലുമായി ആ കുട്ടി വളർന്നു. ഒരിക്കൽ പ്രഭാതത്തിൽ അഞ്ജനാദേവി ഹനുമാനെ ആശ്രമത്തിൽ തനിച്ചാക്കി പുറത്തുപോയി. ആ സമയത്ത് ഉറക്കമുണർന്ന കുട്ടി ഹനുമാന് അതിശക്തമായ വിശപ്പ് അനുഭവപ്പെട്ടു. ഹനുമാന്റെ കണ്ണുകൾ ആകാശത്തേക്ക് നീണ്ടു. അവിടെ ഉദിച്ചുയരുന്ന ചുവന്നു തൊടുത്ത സൂര്യനെ ഹനുമാൻ കണ്ടു. ആ ചുവന്ന ഗോളം കണ്ടപ്പോൾ അതൊരു വലിയ മധുരമുള്ള പഴമാണെന്ന് ആ കുട്ടി കരുതി. ഒട്ടും വൈകാതെ തന്നെ ഹനുമാൻ ആകാശത്തേക്ക് കുതിച്ചുയർന്നു. വായുപുത്രനായതുകൊണ്ട് കാറ്റിനേക്കാൾ വേഗതയിൽ അദ്ദേഹം സൂര്യനിലേക്ക് അടുത്തു. ഹനുമാന്റെ വേഗത കണ്ട് ആകാശത്തെ ദേവന്മാരും കിന്നരന്മാരും അമ്പരന്നു. ഹനുമാൻ അടുക്കുംതോറും സൂര്യന്റെ ചൂട് കൂടി വന്നെങ്കിലും വായുദേവൻ തന്റെ തണുത്ത കാറ്റിലൂടെ മകനെ പൊള്ളലിൽ നിന്നും സംരക്ഷിച്ചു. അതേസമയം സൂര്യനെ വിഴുങ്ങാൻ ഒരു രാഹു വരുന്നുണ്ടായിരുന്നു. തന്നെ മറികടന്ന് മറ്റൊരു കുട്ടി സൂര്യനെ പിടിക്കാൻ വരുന്നത് കണ്ട രാഹു ഭയന്ന് ദേവേന്ദ്രന്റെ അടുത്തെത്തി. ലോകം ഇരുട്ടിലാകുമെന്ന് ഭയന്ന ഇന്ദ്രൻ തന്റെ ഐരാവതത്തിലേറി ഹനുമാനെ തടയാൻ വന്നു. എന്നാൽ ഹനുമാൻ ഐരാവതത്തെയും ഒരു വലിയ കളിപ്പാട്ടമായി കണ്ട് അതിനു നേരെ പാഞ്ഞെടുത്തു. ഇന്ദ്രൻ തന്റെ വജ്രായുധം ഹനുമാന് നേരെ എറിഞ്ഞു. ആ ആയുധം ഹനുമാന്റെ താടിയിൽ ശക്തമായി കൊള്ളുകയും അദ്ദേഹം ബോധരഹിതനായി ഭൂമിയിലേക്ക് വീഴുകയും ചെയ്തു. താടിക്ക് പരിക്കേറ്റതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഹനുമാൻ എന്ന പേര് ലഭിച്ചത്. തന്റെ മകൻ ബോധരഹിതനായി വീണത് കണ്ട് വായുദേവൻ കോപിഷ്ഠനായി. അദ്ദേഹം ലോകത്തെ വായുസഞ്ചാരം മുഴുവൻ നിർത്തിവെച്ചു. ജീവജാലങ്ങൾ ശ്വാസം മുട്ടി മരിക്കാൻ തുടങ്ങി. ഒടുവിൽ ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ള എല്ലാ ദേവന്മാരും എത്തി ഹനുമാനെ ഉണർത്തി. ഓരോ ദേവന്മാരും ഹനുമാന് പ്രത്യേക വരങ്ങൾ നൽകി. അഗ്നി ഹനുമാനെ പൊള്ളിക്കില്ലെന്നും വെള്ളം മുക്കില്ലെന്നും ഒരു ആയുധത്തിനും ഹനുമാനെ മുറിവേൽപ്പിക്കാൻ കഴിയില്ലെന്നും അവർ അനുഗ്രഹിച്ചു. അങ്ങനെ ലോകത്തെ ഏറ്റവും വലിയ വീരനായി ഹനുമാൻ മാറി.